യെസ്, നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്പർ 13ലേക്കാണ് മക്കളെ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്ക് മനസ്സിലായി. ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓസിലേഷൻ ആണ്. ഓസിലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു SHM ഉണ്ടാവുന്ന ഡിസ്റ്റൻസും അതേപോലെ ഡിസ്പ്ലേസ്മെൻറ്റും എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ്. SHMൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും. അപ്പോൾ ചോദ്യം വായിക്കാം. എ പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഈസ് 1 സെൻറ്റിമീറ്റർ. If capital D and small d are the total distance and displacement covered by the particle in 12.5 സെക്കൻഡ് ആണെങ്കിൽ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡിയുടെ വാല്യൂ ആണ് ചോദ്യം. നിങ്ങൾക്കറിയുന്ന ഒരു കാര്യമുണ്ട്. ഒരു പാർട്ടിക്കിൾ SHMൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫോർ എ ടൈം ഇൻ്റർവൽ, ഒരു ടി എന്നുള്ള ടൈം പീരീഡിൽ അത് കവർ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 4a ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ഒരു ടി എന്നുള്ള ടൈം പീരീഡിൽ. ഇവിടെ 2 സെക്കൻഡിൽ ഇത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് 4a ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. എന്നാൽ 12.5 സെക്കൻഡിൽ ഇത് എത്ര പ്രാവശ്യം കറങ്ങി വരുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ടൈം പീരീഡ് 2 സെക്കൻഡ് ആകുമ്പോൾ 12 സെക്കൻഡ്സിൽ ഇത് 6 പ്രാവശ്യം അല്ലേ, 6 ടൈംസ് ആയിരിക്കും. സോ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, 6 പ്രാവശ്യം ഇയാൾ എന്ത് ചെയ്തു, SHM കംപ്ലീറ്റ് ചെയ്തു. 12 സെക്കൻഡിൽ ഇയാൾ 6 ടൈംസ് SHM കംപ്ലീറ്റ് ചെയ്തു. ദെൻ 0.5 സെക്കൻഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, 0.5 സെക്കൻഡ് ഈസ് നീഡഡ് ഫോർ ഫ്രം വേർ ടു എവിടേക്ക് മൂവ് ചെയ്യാനാണ് വേണ്ടത്. ഇവിടെ നിന്ന് 2 സെക്കൻഡാണ് ഇതിൻ്റെ ടൈം പീരീഡ് എങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകാൻ വേണ്ട സമയമാണ് 0.5 സെക്കൻഡ്. ബിക്കോസ് നമുക്കറിയാം മെയിൻ പൊസിഷനിൽ നിന്ന് എക്സ്ട്രീം പൊസിഷനിലേക്ക് പോകാനുള്ള സമയം എന്ന് പറഞ്ഞാൽ T/4 ആണ്. 2 ഡിവൈഡ് ബൈ 4, 2 ഡിവൈഡ് ബൈ 4 ദാറ്റ് വിൽ ഗിവ് 1/2 ആൻഡ് ദ വാല്യൂ 0.5. സോ മെയിൻ പൊസിഷനിൽ നിന്ന് എക്സ്ട്രീം പൊസിഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള സമയമാണ് ഇവിടെ 0.5 സെക്കൻഡ്സ്. അപ്പോൾ 12.5 സെക്കൻഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഇയാൾ 6 ടൈംസ് SHMs കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം 0.5 സെക്കൻഡ് കൊണ്ട് ഇയാൾ ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തി. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, 6 ടൈംസ് SHM കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 6 × 4 പ്ലസ് 6 × 4 ടൈംസ് ഇയാൾ SHM കംപ്ലീറ്റ് ചെയ്തു. ഒരു SHMൽ ഒരു ടി ടൈം പീരീഡിൽ 4 ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്, 4a ആണ് ഡിസ്റ്റൻസ്. സോ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, 6 × 4a ആയിരിക്കും അതിൻ്റെ ഡിസ്റ്റൻസ്. അതുമാത്രമല്ല അതിനുശേഷം ഇയാൾ 0.5 സെക്കൻഡ് കൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു a ഡിസ്റ്റൻസും കൂടി കവർ ചെയ്തത് കൊണ്ട് ഒരു പ്ലസ് a കൂടി ആഡ് ചെയ്താൽ നമുക്ക് 25a ആയിരിക്കും 12.5 സെക്കൻഡ് ഇയാൾ കവർ ചെയ്തിരിക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ്. ദെൻ വാട്ട് ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ്? എടാ മക്കളെ, 12 സെക്കൻഡിൽ ഇയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. 12 സെക്കൻഡിൽ ഇയാൾ SHM കംപ്ലീറ്റ് ചെയ്തു. ദെൻ അടുത്ത ഹാഫ് സെക്കൻഡിൽ ഇയാൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇനീഷ്യൽ ടു ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് a ആയിരിക്കും. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? a ആയിരിക്കും. 12.5 സെക്കൻഡ് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് a ആയിരിക്കും. സോ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 25a ഡിവൈഡ് ബൈ a ക്യാൻസൽ ചെയ്താൽ നമുക്ക് 25 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. താങ്ക് യു.